ഈ വർഷം ചോദിക്കോ ഇല്ലയോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം ആ ചാപ്റ്റർ ഇങ്ങനെ 10 മണിക്കൂറൊന്നും ഇരുന്ന് പഠിക്കേണ്ട. പക്ഷെ കഴിഞ്ഞ വർഷം ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. അപ്പൊ അതൊരു ഡൗട്ട് ചാപ്റ്റർ ആണ്. ഹലോ മക്കളെ, യെസ്. അപ്പൊ മിസ്സേ, അതായത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷ വന്നിരിക്കുകയാണല്ലേ. പ്രത്യേകിച്ച് +2കാരാണ്. +1കാരെ പോലെ നമുക്കൊരു എന്നാ പോട്ടെ എന്ന് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് +2കാർക്ക്. നിങ്ങൾക്ക് അറിയാലോ, 3 മാസം കഴിഞ്ഞ് ഇവർ ബോർഡ് എക്സാം എഴുതാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു പ്രിപ്പറേഷൻ അല്ലേ ഈ ക്രിസ്മസ് എക്സാം? തീർച്ചയായിട്ടും. അപ്പൊ എന്താ ഈ ഓണപരീക്ഷയും ക്രിസ്മസ് എക്സാമും തമ്മിൽ ചാപ്റ്റേഴ്സിൽ വരുന്ന വ്യത്യാസം? ഒന്ന് മെയിൻ ആയിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ 1-2 ചാപ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കി നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശരിക്കും ക്രിസ്മസ് എക്സാം എഴുതും. നമ്മൾ പറയുമ്പോൾ 3 ടേം ആണെന്നൊക്കെ പറഞ്ഞാലും ശരിക്കും ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും ഒരുവിധം ഇവരുടെ കുറേ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഒക്കെ ആയിരിക്കും മിക്കതിലും ഫൈനൽ എക്സാമിന് ഉണ്ടായിരിക്കാം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിൽ നിന്ന് ഒരു ചാപ്റ്റർ കുറവ് 90% പോർഷൻസ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് പേടിപ്പിക്കാൻ പറയല്ല, അതൊരു ഫാക്ട് ആണല്ലേ. +2കാരാ കുറച്ച് പേടിക്കണം. എനിക്ക് തോന്നുന്നു പേടിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഓണപരീക്ഷയ്ക്ക് നമ്മൾ ആദ്യത്തെ 1, 2, 3 ചാപ്റ്റർ പഠിച്ചിട്ടുള്ളൂ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിന്റെ ഇടയിലാണ് നിങ്ങളുടെ ടൂർ, സ്പോർട്സ്, ഇങ്ങനെ കലോത്സവങ്ങള് ഒക്കെ ഇതിന്റെ ഇടയിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ചാപ്റ്റർ എവിടെയോ ഇങ്ങനെ പഠിക്കണ്ട. അപ്പൊ ഒന്നും ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെയൊക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ കണക്ഷൻ ഉണ്ടാകും. അത് മാത്രമല്ല മിസ്, ഇവർക്ക് ഒരു വിചാരമുണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞല്ലോ, ആ 3 ചാപ്റ്റേഴ്സ് ഒഴികെ ബാക്കി ഇനിയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. അത് ശരിയായിട്ടൊരു നടപടിയല്ല. അത് എപ്പോഴും അതെ, നമുക്ക് ഫസ്റ്റ് ടേമിന് നിങ്ങൾ പഠിച്ച എക്സാം, നിങ്ങൾ പഠിച്ച പോർഷൻസ് എപ്പോഴും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഉണ്ടായിരിക്കും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ 1, 2, 3 മാർക്കിനൊന്നും അല്ല. പലപ്പോഴും വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻസ് തന്നെ ഫസ്റ്റ് ടേമിൽ നിന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ സെക്കൻഡ് ടേമിലുള്ള പോർഷൻസിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ ഫസ്റ്റ് ടേമിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങളൊന്ന് റിവൈസ് ചെയ്തിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതായത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇത് നമ്മൾ അനലൈസ് ചെയ്തു. എന്നിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിൽ തന്നെ 1 മാർക്ക്, 2 മാർക്ക്, 3, 4, 5 മാർക്കിന്റെ എത്ര ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ചില ചാപ്റ്ററിന് കുറെ സമയം കൊടുത്ത് പഠിക്കേണ്ടി വരും, ചില ചാപ്റ്റേഴ്സിന് കുറച്ച് സമയം മതി. കാരണം അത്രയും ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുള്ളൂ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പറയുന്ന പോലെ നിങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടാത്ത ചാപ്റ്ററിൽ വരെ നിങ്ങൾ ചിലപ്പോൾ കുറെ അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ മിസ്സാവും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു മാർക്ക് എത്ര മാർക്കിന് ചോദിക്കും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം ഓരോ ചാപ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫിസിക്സ് നമ്മൾ നോക്കുകയാണെങ്കിലേ ഇത് കണ്ടോ, എണ്ണം കണ്ടോ, അതായത് 10 ചാപ്റ്റേഴ്സ് തുടങ്ങുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇവരെ ഓണപരീക്ഷയ്ക്ക് ആ സമയത്തൊക്കെ ഉണ്ടായ ചാപ്റ്റേഴ്സ് ആണ്. അവിടെ മുതൽ ഇതാ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറന്റ്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, EMI, AC, പിന്നെന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വേവ് ഓപ്റ്റിക്സ്. ഇത്രയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന +2 എക്സാമിന് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനായിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും 5 മാർക്കിന്റെ വരെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതെ, അപ്പൊ ഇത് വെയിറ്റേജ് കൂടുതൽ ഏതിനാ? ഇതിൽ എനിക്ക് തോന്നുന്നു കൂടുതലും വരുന്നത് നമ്മുടെ റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതായത് 14 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, 2 മാർക്കിന്റെ ഒരു ചോദ്യം, 3 മാർക്കിന്റെ ഒരു ചോദ്യം, 4 മാർക്കിന്റെ ചോദ്യം, 5 മാർക്കിന്റെ ചോദ്യം, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇതിൽ ചെറിയ ചെറിയ വേരിയേഷൻ എപ്പോഴും ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ഇവര് AC ഉണ്ടല്ലോ, ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ. അത് രണ്ടും ഒരു 12-13 എന്നുള്ള ഒരു ഇതിലാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 3 ചാപ്റ്റേഴ്സും എനിക്ക് തോന്നുന്നു വേവ് ഓപ്റ്റിക്സും അതെ 11 പോയിട്ടുണ്ട്. 4 ചാപ്റ്റേഴ്സ് അത്യാവശ്യം നല്ലോണം മാർക്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 4 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ അത് പഠിക്കുക. അതിനർത്ഥം ബാക്കിയുള്ളത് വിടണം എന്നല്ല. കാരണം ബാക്കിയുള്ളതെന്നുള്ള ഈ 2, 4, 5 ഒക്കെ കൂട്ടിയാൽ കറന്റ് ഇലക്ട്രിസിറ്റി ഉണ്ടോ, 2 മാർക്കിന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദ്യം ചോദിച്ചുള്ളൂ. ഏകദേശം അത്ര തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പം ആ ചാപ്റ്റർ ഇങ്ങനെ 10 മണിക്കൂറൊന്നും ഇരുന്ന് പഠിക്കേണ്ട. അയ്യോ ഞാൻ ഫസ്റ്റ് ടൈം പഠിച്ചല്ല, അത് ഞാൻ മറന്നുപോയല്ലോ, ഞാൻ കുറെ നേരം അതിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള 15-14 ഒക്കെ ഖുദാഹവ അതങ്ങ് പോവും.
ഓക്കെ അപ്പൊ ഫിസിക്സ്. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ എത്ര ചാപ്റ്റേഴ്സാ? 2 ചാപ്റ്റർ കുറവാ, കുറച്ച് സമാധാനം. സൊല്യൂഷൻസ്, ഇലക്ട്രോകെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, D&F, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ പറയുന്ന പോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ട്. യെസ്, അതേപോലെ തന്നെ നമ്മുടെ ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതേഴ്സ്, അതുപോലെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് ഒക്കെ ഓർഗാനിക് കെമിസ്ട്രി തോന്നുന്നു അല്ലേ? ഇവിടെ നിങ്ങൾക്ക് നല്ലോണം, അതായത് 18, 16 കണ്ടോ, നല്ലോണം മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നോക്കൂ, ശരിക്കും സൊല്യൂഷൻസ് 4 മാർക്കിനുള്ള ചോദ്യം, അതായത് ഫസ്റ്റ് ചാപ്റ്റർ 4 മാർക്കിന്റെ ചോദ്യം ചോദിച്ചു. സെക്കൻഡ് ചാപ്റ്ററിന് 5 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ എപ്പോഴും നമ്മൾ അത് വിട്ട് കളയാനുള്ള ഒരു ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതെ, അതിൽ നിന്നല്ല എന്തെങ്കിലും 1-2 ചോദിച്ചാലായി. അല്ല, ഇപ്പൊ ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫസ്റ്റ് ടേമത്തെ കുറച്ച് ഭാഗങ്ങൾ എടുത്താൽ തന്നെ ഏറെക്കുറെ എത്രയോ 9, 10, 11 അത്രയും മാർക്ക് അവര് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെ? പിന്നെ അത് മാത്രം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, അതായത് 3 മാർക്കിന് 3 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്നാണ്. പിന്നെ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ 2 മാർക്കിന് 2 ചോദ്യങ്ങൾ വീതം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 1 മാർക്കും നിങ്ങൾ വിട്ടുപോകരുത്. കാരണം അധിക കുട്ടികളുവേ ഈ 2 to 4 ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ എഴുതും. പക്ഷെ 1 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടപ്പേ പട്ടേ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നമ്മളെന്താ വെട്ടൊന്ന് മുറിയിടേണ്ട ആൻസർ ആണല്ലോ. അത് വിട്ടു. മറ്റേ തെങ്ങിന്റെ മുകളില് പറ്റില്ല. അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ. അത് ആ സംഭവം അങ്ങനെ തന്നെ എഴുതാൻ വേണം. യെസ്, അപ്പൊ 1 മാർക്ക് അത് പൊതുവെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഏത് സബ്ജക്റ്റിനായാലും 1 മാർക്കിനോട് പൊതുവെ ഒരു എന്താ പറയാ, ഒരു ഇഗ്നോറൻസ് കുറച്ച് കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കില്ല, പക്ഷെ 1 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോളജി അല്ലെ? ഇപ്പൊ ബോട്ടണിയും സുവോളജിയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എനിക്ക് തോന്നുന്നു 11 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ തന്നെ ഇപ്പൊ സുവോളജിയിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ഉണ്ടല്ലോ, ഈ ചാപ്റ്റർ ഇവരുടെ സ്കീം ഓഫ് വർക്കിൽ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. അപ്പൊ അതൊരു ഡൗട്ട് ചാപ്റ്റർ ആണ്. ഇതിപ്പോ ഞങ്ങൾക്ക് അങ്ങനെ പറയാതിരിക്കാൻ വയ്യ, ഈ വർഷം ചോദിക്കോ ഇല്ലയോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ എങ്കിലും ബാക്കി 10 ചാപ്റ്റേഴ്സിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ വന്നിരിക്കും. ഓക്കെ, അത് ഏതൊക്കെയാണ് മിസ്? അതായത് ബോട്ടണിയുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ പോയി നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. അപ്പൊ ഈ 4 ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ഒക്കെ ഏകദേശം 12 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. ആ ചാപ്റ്ററിൽ നിന്നോ? ആ ചാപ്റ്ററിൽ നിന്ന് മാത്രം 12 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. ബയോടെക്നോളജി 2 ബയോടെക്നോളജിയും 11 മാർക്ക് വീതം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം പറയുമ്പോൾ 4 ചാപ്റ്റർ ഉള്ളൂ, പക്ഷെ 4 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ പറ്റുള്ളൂ, അതൊക്കെ ഈക്വൽ ആക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് അതിന്റെ ഒരു ഏറെക്കുറെ 1/4 ഭാഗം വരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിട്ടുണ്ടാവുക. അതിനുശേഷം ഉണ്ടായ 2 സ്കീം ഓഫ് വർക്കിൽ കോമ്പീറ്റന്റ് ഹോസ്റ്റ് അങ്ങനെ എന്താണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം പിന്നെ നമ്മുടെ ബയോടെക്നോളജി ആപ്ലിക്കേഷനും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് 5 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ചാപ്റ്റർ എന്തായാലും പഠിക്കണം, അല്ലെങ്കിൽ 5 മാർക്ക് പോകും. ഇനി സുവോളജിയിലേക്ക് അതിൽ നിന്ന് ഒരു കാര്യം കൂടി പറയാം. അതിൽ നിന്നാണ് ഈ 1 മാർക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ 1 മാർക്കിന് ചോദിക്കാൻ അതിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ടെക്സ്റ്റ് ബുക്കിലൂടെ എല്ലാ ലൈനിലൂടെ ഒന്ന് ഓടിച്ചു പോവുക. അറ്റ്ലീസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് തോന്നുന്ന ഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം, ലീവ് ചെയ്യരുത്. കാരണം 1 മാർക്കിന് പോവാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കൊക്കെ പോകുമ്പോൾ A+ പോവും, ഫുൾ മാർക്ക് പോവും, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. അത് മാത്രമല്ല ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ 2 മാർക്കിന് 4 ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് നോട്ട് ചെയ്ത് വെക്കുക. സുവോളജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, പിന്നെ നമ്മുടെ ബഡാ ചാപ്റ്റർ അല്ലെ മോളിക്യുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും വെയിറ്റേജ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അല്ലേ 10 മാർക്കിന്. മോളിക്കുലർ ബേസിന് ഒട്ടും പിറകിലല്ലോ 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതെ അതെ, മാറും. അപ്പൊ അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ എവല്യൂഷനിൽ നിന്ന് 6 മാർക്കിനാ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടേമിലേക്ക് വരികയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ നിന്നും, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നും, ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്നും 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 12 മാർക്ക് ടപ്പേ എന്ന് പറഞ്ഞിട്ട് അവരെ എടുത്തു കൊണ്ടുപോയി അല്ലേ. അപ്പൊ ഇതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇപ്പൊ ഞാൻ മറ്റുള്ള സബ്ജക്ട് ഒന്ന് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പം 1 മാർക്ക് ബയോളജിയിൽ കുറച്ച് നമ്മളെ അധികം പാടുപെടുത്തും. അപ്പൊ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിൽ നിന്നാണ് 1 മാർക്കിന് ചോദ്യങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ
ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിച്ചിരിക്കുക അല്ലെ. ലൈനിന്ന് എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. ഈ ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും PYQ ഒക്കെ നമുക്ക് റെഫർ ചെയ്ത് പറയാമെങ്കിലും 1 മാർക്ക് പറ്റില്ല. ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ PYQ മാത്രം പഠിച്ചതുകൊണ്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല. കാരണം ബാക്കി 4 മാർക്സ് ആണ് 3 മാർക്സ് ആണെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അതിനെ പല രീതിയിൽ ചോദിക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിൽ കുറച്ചും കൂടി ആ ഒരു പോർഷൻ. ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയട്ടെ മിസ്സേ, നമ്മളെ കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാം ആ 1 മാർക്കുകൾ എടുത്ത് നോക്കി നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഒരു വർഷം കണ്ടിട്ടില്ലല്ലോ. അതെ. അപ്പൊ 1 മാർക്ക് നമുക്ക് PYQ വെച്ച് മാത്രം പറ്റില്ല, അതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തന്നെ വേണം, ആ എഫേർട്ട് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ഇനി നമ്മൾ മാത്സിലേക്ക് പോവാണെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, പിന്നെ ഇൻവേഴ്സ് മെട്രിക് അല്ലേ മെട്രിക് ഫങ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷിയബിലിറ്റി, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഏതവനാ ഇത് ഉണ്ടാക്കിയത് ഞാനൊന്ന് പൊക്കുന്നുണ്ടോ മക്കളെ കേട്ടോ, സംഭവം മനസ്സിലായിട്ടില്ല. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെക്ടർ ആൾജിബ്ര, 3D geometry, 11 chapters. സിമ്പിൾ. ഓക്കേ, 11 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്സിലേക്ക് വരുമ്പോൾ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്ക് ഉണ്ട്, 4 മാർക്ക് ഉണ്ട്, 2 ഉണ്ട്. അങ്ങനെ വെറുതെ അല്ല, ഞാനിവിടെ ഒന്നും കണ്ടപ്പോ ഞാൻ ചോദിക്കും മാത്സിൽ 1 മാർക്കിന് എന്താ ചോദിക്കാന്ന്. 3 മാർക്ക് തൊട്ടേ ഉള്ളൂ, കുറച്ച് വലിയ പുള്ളികളെ ആൾക്കാരാ. യെസ്, അപ്പൊ 3 മാർക്കിന്റെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 6 മാർക്കിന്റെ കണ്ടോ 4 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. യെസ്, അപ്പൊ ആ 4 2 ചോദിച്ചിരിക്കുന്നത് വെക്ടർ ആൾജിബ്രയിൽ തന്നെയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് 19 മാർക്കിന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് വെക്ടർ ആൾജിബ്രയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ അതേതായിരുന്നു? ഇന്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷൻസും. യെസ്, അപ്പൊ ഇതിന്ന് 2 ക്വസ്റ്റ്യൻസ് അല്ല, ഈ എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു കുറവെന്ന് പറയാൻ അല്ല. വീണ്ടും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് 7 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 7 മാർക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും 3 മാർക്ക് വെച്ച് മിനിമം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ അതാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതേ ഇവിടെ പറയാനുള്ളത്, അതൊന്നും പറയാനില്ല. ഇനി നമ്മുടെ എപ്പോഴും കമ്പ്യൂട്ടർ സയൻസുകാരുടെ ഒരു പരാതിയാണ്, നിങ്ങൾ എന്തുകൊണ്ട് വന്നാലും ബയോളജിക്കാർക്കാണോ ഇവിടെ ഇരിക്കണോ കമ്പ്യൂട്ടർ സയൻസ്. മൊത്തം 10 ചാപ്റ്റർ അല്ലേ? യെസ്, 10 ചാപ്റ്റേഴ്സ് ആണ്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. കടുകട്ടി ഇത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം. ആണല്ലേ. ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ്, വെബ് ടെക്നോളജി, വെബ് ഡിസൈനിങ് യൂസിങ് HTML. പിന്നെ എവിടെയായിരുന്നു മിസ് വായിക്കാന്ന് പറഞ്ഞ ഭാഗം? അതിന്റെ ബാക്കി എന്തോ ഉണ്ടോ അറിയില്ല. ഓക്കെ, ഇവർക്കും എനിക്ക് തോന്നുന്നു നമ്മളെ കെമിസ്ട്രി ഒക്കെ പറഞ്ഞ പോലെ ഫിസിക്സ് ഒക്കെ 1, 2, 3, 5 ആ രീതിയിലാണ് പോയിരിക്കുന്നത്. ഈ നാലും 11 മാർക്ക്. അതായത് നമ്മുടെ വെബ് ഡിസൈനിങ് യൂസിങ് HTML, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്, പിന്നെ വെബ് ഹോസ്റ്റിംഗ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലേ? തൊട്ട് താഴെ 9 അതും എടുത്തോളൂ. എല്ലാത്തിനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഏറെക്കൊരു ഐഡിയ കിട്ടും. 5 മാർക്കിന്റെ കണ്ടോ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന് ഇഷ്ടംപോലെ 3 മാർക്കും 2 മാർക്കിന്റെയും കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഏറെക്കൊരു ഐഡിയ കിട്ടും. അതായത് എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് പെട്ടെന്ന് ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുക ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാം, അതായത് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ബുക്ക് എടുത്ത് നോട്ട് എടുത്തിട്ട് ഇപ്പം ഓരോ സബ്ജക്റ്റിലും ഫസ്റ്റ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ട എത്ര സമയം കൂടുതൽ കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിന് ഓരോന്നിനും കൃത്യമായിട്ട് ഇത്ര മണിക്കൂറുകൾ, അല്ലെങ്കിൽ ഈ ഡേയിൽ ഇത്ര മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ ചാപ്റ്ററിലെ ഓരോ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കൃത്യമായ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, സിമ്പിൾ ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ലാസ്റ്റിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ വലിയ നല്ല ആളായിട്ട് പറയാം കേട്ടോ. പണ്ട് പഠിക്കുന്ന സമയത്ത് എങ്ങനെ അറിയാം, സിമ്പിൾ ഈസി ചാപ്റ്റേഴ്സ് വേഗം പഠിക്കും. 5 ചാപ്റ്റർ പഠിച്ചു, ചാപ്റ്റേഴ്സ് ഒക്കെ ലാസ്റ്റ്. പക്ഷെ ഇപ്പൊ ഞാനൊരു ടീച്ചർ എന്ന നിലയിൽ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ് മിസ്സേ അതെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളത് ചെയ്യാം. ഇനിയും ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കാതെ ഇപ്പോഴും ഡേറ്റ് വരട്ടെ അല്ലെങ്കിൽ എന്താ പറയാ എക്സാം എടുക്കട്ടെ ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. ഒരു മാസമില്ല, അതുകൊണ്ട് ഇപ്പൊ വരും ഗാന്ന് പറയുമ്പോ എക്സാം വരും. ഞാൻ പറയാം, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഫസ്റ്റ് ടേമിൽ നിന്ന് ഒരുപാട് മാർക്ക് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടേമിൽ കൃത്യമായിട്ട് പഠിച്ച് എക്സാം എഴുതിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എക്സാമിനൊരു കുറച്ച് ദിവസം മുന്നേ ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതിയാവും. അല്ലാതെ ഫസ്റ്റ് ടേമും പഠിച്ചിട്ടില്ല, സെക്കൻഡ് ടേമും പഠിച്ചിട്ടില്ല, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് പഠിച്ചു തുടങ്ങിക്കോ, വേറെ വഴിയില്ല. അപ്പൊ ഇതിൽ ഞങ്ങൾ പറയുന്ന ഒരേ ഒരു കാര്യം, ടെൻഷൻ ഒന്നും അടിക്കണ്ട. കാരണം
ഏകൺ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് എല്ലാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു എക്സാമിന് നിങ്ങൾക്ക് എന്താ പറയാ മൊത്തത്തിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആക്കി പോയിട്ട് ഒരു A+ വാങ്ങി വാ എന്ന് നിങ്ങളെ അങ്ങോട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഞങ്ങൾക്ക് ഉണ്ട് അല്ലെ? ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി കൃത്യമായിട്ട് വരിക, നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, ഏതൊക്കെ ഭാഗങ്ങൾ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, കൂടെ പഠിക്കുക അല്ലെ? കൂടെ പഠിച്ചാൽ തന്നെ ഭാരം കിട്ടും, ഒഴിഞ്ഞു കിട്ടും, ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാനും പറ്റും. നമുക്ക് ചിലർക്ക് ഉണ്ടാവും തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് വേറൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ലൈവ് മിസ് ചെയ്യാതെ കാണുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കൂൾ ഗ്രൂപ്പ്, ട്യൂഷൻ ഗ്രൂപ്പ്, പിന്നെ ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ട് നിങ്ങളെ ഗാങ് ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പിലേക്കും എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരോടൊക്കെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരോട് പഠിച്ചു തുടങ്ങാൻ പറയട്ടെ. നിങ്ങൾക്ക് നല്ല കുട്ടികളായാലും ഇപ്പൊ വീഡിയോ ഉണ്ടപ്പോൾ അപ്പൊ അവരെയും കൂടി എന്ത് ചെയ്യുക, നല്ലതാക്കുക. എന്നിട്ട് നമ്മളെ ലൈവിലേക്ക് കൂട്ടിക്കൊടുക്കുക. മറക്കരുത്. കാരണം ഇനിയും നിങ്ങൾക്ക് എക്സാമിനോട് അടുപ്പിച്ച് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫൈ ചെയ്ത് വെച്ചോളൂ. കാരണം എന്താ, നോട്ടിഫിക്കേഷൻ വരണ്ടേ അല്ലെ? ഇത് വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ മാത്രം വന്നാൽ മതിയോ? യൂട്യൂബിൽ ഏകന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻ, ടാറ്റാ.